നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സർ നമസ്കാരം. നമസ്കാരം. അങ്ങനെ വളരെ ആഘോഷമായിട്ട് നമ്മുടെ UDF സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് കഴിഞ്ഞു. ഇന്ന് ആദ്യത്തെ മന്ത്രിസഭ അവിടെ സമ്മേളനം നടന്നു കഴിഞ്ഞു. മറ്റുള്ള MLA-മാരൊക്കെ തന്നെ ഇന്ന് സ്പീക്കർക്ക് മുന്നിൽ ഇന്ന് സത്യപ്രതിജ്ഞ ചൊല്ലിക്കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും ഈ ഒരു വേളയിൽ എല്ലാവരും ഒരു മുഖം കാണാനില്ല എന്നുള്ള കമന്റുകളും പരാതികളൊക്കെ ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. അതെ, അപ്പൊ നമ്മുടെ മറ്റാരുടെയും അല്ല, നമ്മുടെ മുതിർന്ന പ്രമുഖ കോൺഗ്രസ് നേതാവും അതുപോലെ തന്നെ നമ്മുടെ തിരുവനന്തപുരം MP-യുമായ ശശി തരൂർ, അദ്ദേഹത്തെ കാണാനില്ല എന്നുള്ള പരാതികളാണ് ഉയരുന്നത്. ഏറ്റവും അവസാനമായിട്ട് എനിക്ക് തോന്നുന്നു അന്ന് വിജയം റിസൾട്ട് വരുന്ന അന്ന് KPCC-യിലുണ്ടായിരുന്നു അദ്ദേഹം. അന്ന് അവിടെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ആഘോഷത്തിലും കാര്യങ്ങളൊക്കെ പങ്കെടുത്തു, എല്ലാവരും കെട്ടിപ്പിടിച്ചു, കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം പിന്നീട് അങ്ങോട്ട് ഒരു തരത്തിലുള്ള ചർച്ചകളോ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുമ്പിലോ ഒന്നും തന്നെ അദ്ദേഹത്തെ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിലായിട്ട് നമുക്കിവിടെ പ്രമുഖരായിട്ടുള്ള പല രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കളെത്തി മുൻനിരയിൽ എല്ലാവരും അണിനിരന്നിരുന്നപ്പോഴും ശശി തരൂരിനെ അവിടെ കാണാനില്ലായിരുന്നു. അപ്പം എന്താണ് പ്രശ്നം? ഏതെങ്കിലും തരത്തിലുള്ള കോൺഗ്രസിനുള്ളിലെ ആഭ്യന്തര പ്രശ്നമാണോ അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നത് എന്നാണ്. ഈ പറഞ്ഞതുപോലെ ഫലം വരുന്ന ദിവസം ഞാൻ ഇന്ദിരാഭവനിലുണ്ടായിരുന്നു. അതിന്റെ ആഘോഷങ്ങളൊക്കെ ഒന്ന് കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. ഞാൻ ആഘോഷിക്കാൻ പോയതല്ല. ഒരു മാധ്യമ നിരീക്ഷകൻ എന്നുള്ള നിലയിൽ, നിഷ്പക്ഷ നിരീക്ഷകൻ എന്നുള്ള നിലയിൽ. പക്ഷേ അവിടെ ശശി തരൂർ എന്ന് പറഞ്ഞാൽ ഒരു വലിയ നിറഞ്ഞ സാന്നിധ്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പല നേതാക്കളും വരുന്നു പോകുന്നു. വാസ്തവം പറഞ്ഞാൽ എന്നെ ഞെട്ടിപ്പിച്ച ഒരു കാര്യം, ഫലം വന്ന് കുറേ നേരത്തേക്ക് 102 സീറ്റിൻ്റെ ഈ ഫലം വന്ന് 102 സീറ്റിൻ്റെ അല്ല, ഞാൻ പറയുന്നത് മുഖ്യമന്ത്രിയുടെ സെലക്ഷൻ കഴിഞ്ഞ് അതിൻ്റെ പ്രഖ്യാപനം 12 മണിക്ക് വരുമ്പോൾ അവിടെ പല നേതാക്കളും വന്നു. പക്ഷേ അവിടെയും ഡോക്ടർ ശശി തരൂർ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെയാണ് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഇറ്റ് വാസ് കോൺസ്പീക്വസ് ആബ്സെൻസ് എന്ന് പറയാവുന്ന ഒന്നാണ്. വളരെ ശ്രദ്ധേയമായ ഒരു അസാന്നിധ്യമായിരുന്നു അത്. നമ്മൾ തമിഴ്നാട് മുഖ്യമന്ത്രിയെ ക്ഷണിക്കുന്നു, കർണാടക മുഖ്യമന്ത്രി വരുന്നു, അതുപോലെ തന്നെ തെലുങ്കാനയുടെ മുഖ്യമന്ത്രി തന്നെ വരുന്ന ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണ് അല്ലേ? അപ്പോൾ അത്രമാത്രം പ്രാധാന്യം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. 10 വർഷത്തെ ഭരണമില്ലായ്മയിൽ നിന്ന് 10 വർഷം കഴിഞ്ഞ് ഒരു ഭരണത്തിലേക്ക് എത്തുക, ചരിത്രം തിരുത്തി കുറിക്കുകയാണ്. പിണറായി 3 പോയിൻ്റ് എന്നുള്ളതിനെ അട്ടിമറിച്ച് പിണറായിയെ ഒന്നുമല്ലാതാക്കിക്കൊണ്ടുള്ള ജനതരംഗത്തിൻ്റെ ഒരു വിജയം നമുക്ക് മറ്റൊന്നും പറയാൻ കഴിയില്ല. ജനതരംഗത്തിൻ്റെ വലിയൊരു വിജയം. ജനതരംഗം കോൺഗ്രസിനെ അടുത്ത മുഖ്യമന്ത്രിയായി വരിച്ചിരിക്കുന്ന സംഭവം, കോൺഗ്രസിനെ അടുത്ത ഭരണാധികാരിയെ വരിച്ചിരിക്കുന്ന സംഭവത്തിൽ ഒരു കോൺഗ്രസ് വികാരമുള്ള കോൺഗ്രസിൻ്റെ കേന്ദ്രമന്ത്രിയായിരുന്നിട്ടുള്ള ഈ വിശ്വപൗരൻ്റെ സാന്നിധ്യം ആവശ്യമായിരുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആ സമയത്ത് നാട്ടിലുണ്ടാവില്ല. മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞയ്ക്ക് അദ്ദേഹം US-ലായിരിക്കും. മിക്കപ്പോഴും വിദേശ രാജ്യങ്ങളിലൊക്കെ ചുറ്റി സഞ്ചരിക്കുന്ന പോളിഗ്ലോട്ടായിട്ടുള്ള, ശരിക്കും കോസ്മോപൊളിറ്റൻ ആയിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. വിശ്വപൗരനായിട്ടുള്ള ആളാണ്. 14 ഭാഷകൾ അറിയാം. മലയാളത്തെക്കാൾ നന്നായിട്ട് ഫ്രഞ്ച് സംസാരിക്കും. ഇംഗ്ലീഷിനേക്കാളും നന്നായിട്ടും ഫ്രഞ്ച് സംസാരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് തന്നെ കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോ. പൻഡാസ്മഗോറിയ എന്നൊക്കെ നമുക്ക് പരിചിതമില്ലാത്ത പദങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം ഒന്നാന്തരം പ്രഭാഷണമാണ് പാർലമെൻറ്റിൻ്റെ ഫ്ലോറിലാണെങ്കിൽ തന്നെയും. അത് പക്ഷേ ഇവിടെ വിട്ടു നിൽക്കാൻ പാടുള്ളതാണോ? ഒരു മര്യാദ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് അതിൽ പങ്കെടുക്കേണ്ട, അന്ന് എന്തെങ്കിലും അടിയന്തരമായിട്ടുള്ള ശസ്ത്രക്രിയയോ കുടുംബത്തിൽ ആർക്കെങ്കിലും അസുഖമാണെങ്കിൽ ഒഴിവാക്കേണ്ടിയിരുന്ന ഒരു ചടങ്ങ്. നമ്മളൊക്കെ അങ്ങനല്ലേ? ഇത്തരം ഒരു പ്രധാനപ്പെട്ട ചടങ്ങ് നടക്കുമ്പോൾ നമ്മളിതിൽ പങ്കെടുക്കാനല്ലേ ശ്രമിക്കുക. പക്ഷേ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, അദ്ദേഹം കുറിച്ചിരിക്കുന്നു, ഐ ആം ആബ്സെൻറ്റ് ഫ്രം സ്വിയറിംഗ് ഇൻ സെറമണി ആസ് ഐ ആം ഇൻ US ബോസ്റ്റൺ. ബോസ്റ്റണിൽ എന്തിനാ പോയതെന്ന് അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് അതിൻ്റെ ഒരു രസം നമുക്ക് മനസ്സിലാകുക. ബോസ്റ്റണിലെ നമ്മൾ ഈ ആലുമിനി അസോസിയേഷൻ എന്ന് പറഞ്ഞൊക്കെ ഉണ്ടാവുമല്ലോ, കാണും, കൃഷ്ണഹിന്ദുവിനൊക്കെ കാണും. ആ സ്കൂളിലെ അല്ലെങ്കിൽ കോളേജിലെ കുട്ടികളുടെ കൂട്ടം നമ്മുടെ സതീർത്ഥ്യരുടെ അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്മേറ്റ്സിൻ്റെ ഒരു കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് പോയതിലൊന്നും തെറ്റില്ല. പക്ഷേ ഇത് രണ്ടും കൂടെ കോയിൻസൈഡ് ചെയ്തു എന്ന് പറയുന്നത് വലിയൊരു വിസ്മയമാണ്. അതും ഒരു വിസ്മയം തന്നെയാണ്. അത് സ്കൂളിൻ്റെ പേര് സ്കൂൾ ഓഫ് ലോ ആൻഡ് ഡിപ്ലോമസി എന്ന് പറയുന്ന സ്കൂളാണ്. അത് ബോസ്റ്റണിലാണ്. ശരിക്കുള്ള പേര് ഫ്ലെച്ചർ സ്കൂൾ ഓഫ് ലോ ആൻഡ് ഡിപ്ലോമസി. ഇത് സ്കൂളെന്ന് പറയുന്നെങ്കിൽ ഇത് സ്കൂളായിരിക്കില്ല, ഉന്നത പഠനത്തിനുള്ള ഒരു സ്ഥാപനമാണ്. അവിടെ എല്ലാം സ്കൂള്, ക്രൈസ്റ്റ് സ്കൂൾ എന്നൊക്കെയാണ് കേംബ്രിഡ്ജിലെ ഒരു സ്കൂളിൻ്റെ പേര്. പക്ഷേ ഒന്നാന്തരം ഉപരിപഠനം നടക്കുന്ന ഒരു സ്ഥാപനമാണ്. ആ ഒരു സ്ഥാപനത്തിൽ ഇപ്പോൾ സ്ഥാനത്തിന് പ്രാധാന്യമുള്ളതുമായിരിക്കും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അദ്ദേഹം പഠിച്ചിരിക്കുന്നത്
50 വർഷം മുമ്പാണ് ഇവിടെ. 50 വർഷം മുമ്പ് പഠിച്ച സ്കൂളിനോടുള്ള ഒരു ആത്മാർത്ഥത തന്നെ താനാക്കിയ, തന്നെ MP ആക്കിയ കോൺഗ്രസിനോട് കാണിച്ചില്ല എന്ന് തന്നെയാണ് അതിൻ്റെ പച്ച പരമാർത്ഥം നമുക്ക് മനസ്സിലാവുന്ന കാര്യം. അദ്ദേഹം കുറിച്ചിട്ടുണ്ട് ഇങ്ങനെ, അദ്ദേഹം നല്ല ഇംഗ്ലീഷിൽ തന്നെ കുറിച്ചിട്ടുണ്ട്. ഐ എം സോറി ടു ബി മിസ്സിങ് ദ സ്വിയറിംഗ് സെറമണി ഓഫ് മൈ INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരള കൊളീഗ് മ്യൂസിയം 50th എന്നാണ്. സതീശൻ്റെ പേര് പറഞ്ഞിട്ടില്ല അതിനകത്ത്. കൊളീഗ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, കൊളീഗ് എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. 50th ആനിവേഴ്സറി, ഞാൻ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദി 50th ആനിവേഴ്സറി റീയൂണിയൻ ഓഫ് മൈ ഗ്രാജുവേറ്റ് ക്ലോസിംഗ് സെറിമണി ഇൻ US. അപ്പോൾ പഴയ ഒരു ചടങ്ങിൻ്റെ ഓർമ്മ പുതുക്കലിന് അദ്ദേഹം പോയി, പുതിയൊരു ചടങ്ങിൻ്റെ തുടക്കം കുറിക്കലിന് അദ്ദേഹം പോയി. ബോസ്റ്റൺ സ്കൂള് അദ്ദേഹത്തെ MP ആക്കിയോ, MLA ആക്കിയോ, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. സെക്രട്ടറി ജനറലാകാൻ വേണ്ടി മത്സരിച്ചിട്ട് അവരെന്തെങ്കിലും സംഭാവന ചെയ്തോ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആയിരുന്നില്ലേ അന്ന്? ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഹൂവർ ഇറ്റ് ഈസ് ആണ് അന്ന് ഇദ്ദേഹത്തെ ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ ആകണമെന്ന് ആശീർവദിച്ചുകൊണ്ട് അദ്ദേഹത്തെ ലോകമെങ്ങും ചുറ്റി സഞ്ചരിക്കാൻ വേണ്ടി പല രാഷ്ട്രങ്ങളോടും ആവശ്യപ്പെട്ടത്. അമേരിക്ക പൊളിച്ചതെന്ന് നമുക്കറിയാം, നമ്മൾ പറയാറില്ലെങ്കിലും. അമേരിക്കയാണ് ഒരു ഭാരം വെച്ചത്, ഇന്ത്യക്കാരനിപ്പോൾ അങ്ങനെ ആവണ്ട, ആഫ്രിക്കക്കാരൻ മതി എന്ന് അവർ തീരുമാനിച്ചു. അതിൻ്റെ സമ്മർദ്ദഫലമായിട്ടാണ് ഇദ്ദേഹത്തിനാവാൻ പറ്റാഞ്ഞത്. പക്ഷേ അങ്ങനെ ഒരാളിനെ സോണിയാഗാന്ധി വിളിച്ചു വരുത്തി കോൺഗ്രസിലെ അംഗമാക്കുകയാണ്. അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് ജയിക്കുകയാണ്, കേന്ദ്രത്തിൽ മന്ത്രിയാവുകയാണ്. മനസ്സിലായില്ലേ? അങ്ങനെ മന്ത്രി പദവും കൊടുത്ത ഒരു സംഘടനയുടെ വിജയം കേരളത്തിൽ ആഘോഷിക്കുമ്പോൾ അദ്ദേഹമില്ല. അദ്ദേഹം വന്നിട്ടങ്ങ് പോയി. അതാണ് അവിടെ വലിയ സാന്നിധ്യമായില്ല. മുഖ്യമന്ത്രിയായിട്ട് ചുമതലയേൽക്കാൻ തൻ്റെ കൊളീഗായിട്ടുള്ള പേര് പറയാത്ത VD സതീശൻ വരുമ്പോൾ അദ്ദേഹം ബോസ്റ്റണിൽ പഴയ കൂട്ടുകാരോടൊപ്പം, അതവരെല്ലാം ഇതിപ്പോൾ പഠിച്ചിരിക്കുന്നതാണെങ്കിൽ ഒരു 68 വയസ്സെങ്കിലും ഉള്ളവരായിരിക്കുമല്ലോ, 50 വർഷം മുമ്പ്, അവരോടൊപ്പം ആഘോഷിക്കാൻ വേണ്ടി പോവുക. പുള്ളിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ലോകം ഉണ്ട്, ശരിയാണ്. പാകിസ്ഥാനിലുണ്ട്, നമ്മുടെ ശത്രു രാജ്യങ്ങളിലും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്, US-ലും ഉണ്ട്, ഒക്കെ ഉണ്ട്. ഒരുപാട് ബന്ധങ്ങളുള്ള ആളാണ്. ചിലതൊക്കെ വിവാദങ്ങളിലേക്ക് പോയിട്ടുണ്ട്, അതല്ല നമ്മുടെ വിഷയം, അതിലേക്ക് നമ്മൾ പോകുന്നില്ല. അപ്പം അങ്ങനെയുള്ളൊരു പൗരൻ അതുണ്ടെന്ന് പറഞ്ഞ് അവരുമായിട്ടുള്ള കൂട്ടായ്മയ്ക്ക് വേണ്ടി ഇത് നമുക്ക് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട ഒരവസരമാണ്. ഇപ്പോൾ കോൺഗ്രസിനെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറയാം, അടുത്ത തവണ അദ്ദേഹത്തിന് MP സ്ഥാനം നിഷേധിക്കുമ്പോൾ നമുക്കതിൽ കുറ്റം പറയാൻ പറ്റില്ല, പരാതി പറയാൻ കഴിയില്ല. ഓഫ് കോഴ്സ് എനിക്കറിയാം, അദ്ദേഹത്തിൻ്റെ ഒരു ഫ്ലെക്സ് ബോർഡും വന്നിരുന്നു ഇവിടെ. ഈ ഫ്ലെക്സ് ബോർഡും വന്ന് ഇവിടെ കിടന്ന് അടിപ്പിടിച്ച് 11 ദിവസം കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടന പണ്ടോരമടങ്ങാൻ ഇവർക്ക് വോട്ട് കൊടുത്തല്ലോ, പിണറായി മതിയായിരുന്നു എന്ന് ഞങ്ങളെ ചിന്തിപ്പിക്കുന്ന ദൈർഘ്യം തീരുമാനമെടുക്കാൻ വേണ്ടി വന്നപ്പോൾ അവർ കൺസെൻസസ് സ്ഥാനാർത്ഥിയായിട്ട് വേണമെങ്കിൽ പറ്റുമായിരുന്ന ഒരാളാണ്. ഇവർ തമ്മിൽ കിടന്ന് അവിടെ ഇരിക്കട്ടെ, ഇയാൾ മുഖ്യമന്ത്രിയായിട്ട് പോവാം. തിരുവനന്തപുരം സീറ്റ് ഒന്നീ CP ജോൺ അല്ലെങ്കിൽ അവിടെ K മുരളീധരൻ കൊടുത്താൽ മതിയായിരുന്നു. അദ്ദേഹം വീണ്ടും ജയിക്കും, സംശയമൊന്നുമില്ല. BJP എത്ര ശ്രമിച്ചാലും ഇദ്ദേഹത്തിന് ജയിക്കാൻ കഴിയും, എഡ്ജ് കിട്ടും, ഒരു സംശയമില്ല. തിരുവനന്തപുരത്തിൻ്റെ എനിക്കറിയാം, അതിൻ്റെ ഡെമോഗ്രഫി അങ്ങനെയാണ്. ശശി തരൂരിനെ തന്നെ ജയിപ്പിക്കും, സംശയമൊന്നും വേണ്ട. അങ്ങനെയൊക്കെ ഈസിയായിട്ട് ജയിക്കുകയും തിരുവനന്തപുരത്തിൻ്റെ MP തന്നെ അവിടെ മുഖ്യമന്ത്രിയായിട്ട് വരുന്നതെന്ന കാര്യം തന്നെയാണ്, ഒരു സംശയമില്ലാത്ത കാര്യം. പക്ഷേ അതെല്ലാം കളഞ്ഞു കുളിച്ചു. ഞാൻ വിചാരിക്കുന്നില്ല, ഫ്ലക്സ് ബോർഡ് വന്നത് സ്റ്റാച്യുവിൻ്റെ മുമ്പിലാണ്, ഇദ്ദേഹം സ്പോൺസർ ചെയ്തിട്ടല്ല വന്നത്. മറ്റു പലരുടെയും ഫ്ലക്സ് ബോർഡുകളും പ്രകടനങ്ങളും വന്നത് അവർ തന്നെ സ്പോൺസർ ചെയ്തിട്ടാണ്. ഇദ്ദേഹം അതൊന്നും ഓർഗനൈസ് ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത്ര ചെറുതാവുകയില്ല മനുഷ്യരെന്ന് എനിക്കറിയാം, ചെറുതാവാൻ പറ്റില്ല. ഇത്രയും നാളും MP-യുടെ ഓഫീസ് അവിടെ തിരുവനന്തപുരം MP അടഞ്ഞു കിടക്കുക. ഒരു MP-യുടെ ജനങ്ങൾക്ക് എന്തെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കാണും. ഇയാൾ സുഖിക്കാം, ഞാൻ പച്ചയാളത്തിൽ പറയുന്നത് വിഷമമുണ്ട്. അയാൾ സുഖിക്കാൻ വേണ്ടി ബോസ്റ്റണിൽ പോയിരിക്കുക, അതാണ് സംഭവം. ദേശരാജ്യങ്ങളിലെല്ലാം പോകും, അല്ല അത്യാവശ്യമുള്ള യാതൊരു കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. ഈ രാഹുൽ ഗാന്ധി പോകുന്ന പോലുള്ള ഒരു വിദേശ പര്യടനമാണ് അദ്ദേഹം നടത്തിയത്. ഇത് അദ്ദേഹം ഇവിടെ ഉണ്ടാവണമായിരുന്നു, സാന്നിധ്യം ഉണ്ടാകും. ഇനി വേണമെങ്കിൽ ഒരു കാര്യം കൂടെ ഉണ്ട്, അദ്ദേഹം നമ്മളെക്കാളിലൊക്കെ ഡിജിറ്റലായിട്ടും വെർച്വലായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയാം. പുതുതലമുറക്കാരെ പോലും അദ്ദേഹം കഥ എഴുതുന്നതും പുസ്തകങ്ങൾ എഴുതുന്നതും മുഴുവൻ, കഥ എഴുതിയിട്ടില്ല അദ്ദേഹം, പുസ്തകങ്ങൾ എഴുതുന്നത് മുഴുവൻ ഇത് വഴിയാണ് ചെയ്യുന്നത്. അല്ല കൈ കൊണ്ട് എഴുതുന്ന പരിപാടി എത്ര നാൾ മുമ്പേ അവസാനിപ്പിച്ച ഒരു വെർച്വൽ ഡിജിറ്റൽ പേഴ്സണാണ് അദ്ദേഹം. എനിക്കറിയാവുന്നതുകൊണ്ട് പറയും. ലീലാപ്പൻ്റ പോലുള്ള ഹോട്ടലുകളിൽ അദ്ദേഹം താമസിക്കാൻ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തിട്ടാണ്, അവിടെ തന്നെ പോയിട്ടാണ്. രാത്രി 10 മണിയാകുമ്പോഴേ എണീക്കാറുള്ളൂ, മറ്റു രാഷ്ട്രീയക്കാരെ പോലും ഒന്നും അല്ല അദ്ദേഹം. അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യനാണ് അദ്ദേഹം. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ അത് തീർച്ചയായിട്ടും ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അദ്ദേഹം പുസ്തകങ്ങൾ എഴുതി നല്ല വിവരമുള്ള മനുഷ്യനല്ലേ,
ആ സമയത്ത് അത് ഞാനിവിടെ ഐ ഷുഡ് ബി ഹിയർ, ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ബോസ്റ്റണിലെ ആൾക്കാർക്ക് മനസ്സിലാവത്തില്ലേ? പക്ഷേ ബോസ്റ്റണിൽ എനിക്ക് ഒരു അലുമിനി മീറ്റിംഗ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരത്തില്ല എന്ന് പറയുമ്പോൾ ആർക്കും മനസ്സിലാവില്ല. കൃഷ്ണന്തൂര് മനസ്സിലാവുന്നുണ്ടോ? അത് മനസ്സിലാവില്ല, എനിക്കും മനസ്സിലാവുന്നില്ല. അത് അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇതാണ് പ്രധാനം. ഇത് മാത്രമല്ല സാർ, തെരഞ്ഞെടുപ്പിന്റെ സമയത്തും അത്ര ഒരു സജീവമായിരുന്നില്ല. ഇപ്പോ പൊതുമുഖത്ത് വന്നിട്ട് ഏതെങ്കിലും സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചാരണത്തിൽ വരുവാണെങ്കിൽ അത്രയും വന്നിട്ടില്ല. മാത്രമല്ല പാർട്ടിയുടെ മറ്റുള്ള സംഘടനാ പ്രവർത്തനങ്ങളിലൊന്നും തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അദ്ദേഹത്തെ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഷാഫി പറമ്പിലൊക്കെ മറ്റുള്ള ഏതെങ്കിലും സുഹൃത്തുക്കളായിട്ടുള്ള സ്ഥാനാർത്ഥികളുടെ അടുത്തൊക്കെ പോയിട്ട് അവരുടെ മണ്ഡലങ്ങളിലൊക്കെ പോയിട്ട് പ്രചാരണമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു, ഒരു സപ്പോർട്ട് കൊടുക്കുക മറ്റുള്ള ഇപ്പൊ എം പിമാരാണെങ്കിൽ കൂടി. പക്ഷേ ശശി തരൂരിന്റെ കാര്യത്തിൽ അതൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇനി അദ്ദേഹം വേണുഗോപാൽ പക്ഷക്കാരനായതുകൊണ്ടാണ് സ്കിപ്പ് ചെയ്തതെന്ന് എനിക്കറിയില്ല, പ്രതിഷേധമായിട്ട് എനിക്കറിയില്ല. അതോ ഇനി തനിക്ക് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടാഞ്ഞിട്ടാണോ എന്ന് അറിയത്തില്ല. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഇതിനകത്തുണ്ട്. ഞാൻ നോക്കി എത്ര വലിയൊരു പ്രധാനപ്പെട്ട റോളാണോ അദ്ദേഹത്തിന്. ഐ ഹാവ് ടു ഡെലിവർ കമൻസ്മെൻറ്റ് അഡ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കത്തിലെ പ്രസംഗം ഉണ്ടല്ലോ, തുടക്കത്തിലൊരു പ്രസംഗം നടത്തും, ആമുഖ പ്രഭാഷണം. ആ പ്രഭാഷണമാണ് അദ്ദേഹം നടത്തുന്നത്. എത്ര വലിയ ബോസ്റ്റണിലെ ഒരു സ്കൂളിൽ, ലോ പഠിപ്പിക്കുന്ന ഒരു സ്കൂളിൽ അദ്ദേഹത്തിന് അത്രമാത്രം പ്രാധാന്യമുണ്ട്. അൽമാ മാറ്റർ ഓഫ് കോഴ്സ് മാറ്റേഴ്സ്, സംശയമില്ല. നമ്മുടെ മാതൃവിദ്യാലയം വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. നമ്മളെല്ലാം സ്നേഹിക്കുകയും ഒക്കെ ചെയ്യും. ഒരുപാട് ഓർമ്മകൾ ഉറങ്ങുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ഇത് ഡിജിറ്റലായിട്ടോ വെർച്വലായിട്ടോ നിർവഹിക്കുന്നതിൽ ഒരു തിരക്കുമില്ല. ഞാനൊരു കോളേജിൻ്റെ ബോർഡ് ഓഫ് സ്റ്റഡീസ് മെമ്പറാണ്. ഇപ്പോൾ എനിക്കിവിടെ തിരക്കാണെന്ന് പറഞ്ഞാൽ ഞാൻ വെർച്വലായിട്ടാണ് അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. വെർച്വലായിട്ടും ഡിജിറ്റലായിട്ടും ഒരു കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ അത് ബോർഡ് ഓഫ് സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ അത് മസ്റ്റാണ്, നമ്മൾ മാൻഡേറ്ററിയാണ്. ഇതങ്ങനെയല്ല, ഒരു ആഘോഷ പരിപാടി, പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു അഭയറാണ്. ആ സ്വകാര്യ ചടങ്ങിൽ അദ്ദേഹം പോയത് തീർച്ചയായിട്ടും തെറ്റ്. എന്ന് മാത്രമല്ല, അതിൽ വേറൊരു അബദ്ധം കൂടെ ഉണ്ട് കൃഷ്ണേന്ദു. എന്താണെന്ന് അറിയാമോ? നമ്മുടെ പ്രധാനമന്ത്രി, അദ്ദേഹം വളരെ ആരാധിക്കുന്ന ആളാണ് നമ്മുടെ പ്രധാനമന്ത്രി. അങ്ങനെ കൂടുതൽ ആരാധിച്ച് അദ്ദേഹം കോൺഗ്രസ് വിരുദ്ധനായെന്ന് ഒരു സംശയം വരെ ഇടയ്ക്കിടയ്ക്ക് വന്നതാണ് അല്ലേ? അങ്ങനെയല്ല, അദ്ദേഹം നിഷ്പക്ഷമായിട്ട് അത് വിലയിരുത്തുകയാണ്. വിശ്വപൗരൻ, അദ്ദേഹത്തിന് അറിയാം ലോകകാര്യങ്ങൾ. അതുകൊണ്ടാണ് ഇവരെ കോൺഗ്രസ്സുകാരേക്കാൾ കൂടുതൽ അറിയാം. അങ്ങനെയൊക്കെയുള്ള ആൾ ഉപദേശിച്ചിരിക്കുന്നത് എന്താ? വിദേശയാത്രകൾ നമ്മൾ കഴിയുന്നതും കുറയ്ക്കണം, റെസ്ട്രിക്റ്റ് ചെയ്യണം. ഇനിയിപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞ കാലത്ത് നമ്മൾ ഈ ഫോസിൽ ഫ്യൂവൽസ് സേവ് ചെയ്യാൻ വേണ്ടി അങ്ങനെ പറഞ്ഞു, അതിൻ്റെ വില, ക്ഷാമം, ഇതൊക്കെ കണക്ക്. പക്ഷേ ഇപ്പോൾ രണ്ടാമത്തെ ഒരു കാരണം കൂടിയുണ്ട്. എബോള വൈറസ് വളരെ മാരകമായ തോതിൽ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോവിഡ് പോലല്ല, അതിനേക്കാൾ മോർട്ടാലിറ്റി റേറ്റ്, അതായത് മരണനിരക്ക് കൂടുതലാണ്. പിടിച്ചു കഴിഞ്ഞാൽ 80% പേരും മരിക്കും. അതിപ്പോൾ 600 പേരിലേക്ക് ബാധിച്ചിട്ടുണ്ട്. 600 പേരിൽ നിന്ന് 6000-ത്തിലാവാൻ, 6000-ത്തിൽ നിന്ന് പെട്ടെന്ന് 6 ലക്ഷത്തിലാവാൻ ജോമെട്രിക്കൽ പ്രൊപ്പോർഷൻസിലാണ് ഈ വൈറസുകൾ വർദ്ധിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ ഒരു സന്ദർഭത്തിൽ എത്രയും നമ്മൾ ഈ യാത്രകൾ വെട്ടിച്ചുരുക്കുന്നതിനാണ് നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ ദേശത്തിൻ്റെ ആരോഗ്യത്തിനും ഏറ്റവും നല്ലത്. ആ ഒരു സമയത്ത് അദ്ദേഹം അവിടെ പോയിരിക്കും. ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല എന്ന് പറയാൻ കാര്യം, നമ്മളിപ്പോൾ സംസാരിക്കുന്ന ദിവസം ഇപ്പോൾ നിയമസഭാ സാമാജികരുടെ സത്യപ്രതിജ്ഞ നമ്മുടെ നിയമസഭയിൽ നടത്തുകഴിഞ്ഞ് പ്രോട്ടേം സ്പീക്കറായിട്ടുള്ള ജി സുധാകരൻ പിണറായി വിജയന് വരെ ചൊല്ലിക്കൊടുത്തു. അദ്ദേഹം അപ്പം ഞാൻ കണ്ടു, കൊടിക്കുന്നിൽ സുരേഷും ഒക്കെ ഇന്ദിരാഭവനിൽ ഉണ്ടായിരുന്ന അവരൊക്കെ ആ ചടങ്ങിലേക്ക് വളരെ സന്തോഷപൂർവ്വം പോകുന്നത്. തിരുവനന്തപുരത്ത് MP ആണ് അദ്ദേഹം. അദ്ദേഹത്തിന് അവിടെ തീർച്ചയായിട്ടും പാസ് കിട്ടും അസംബ്ലിയിലേക്ക്. അവിടെ പോയി ഗ്യാലറിയിലെങ്കിലും ഇരുന്നൊന്ന് കാണണ്ടേ? അത് ജനങ്ങളുടെ ആവേശം ജനിപ്പിക്കുകയില്ലേ? കോൺഗ്രസിനെ ഒന്നുകൂടെ ഒന്ന് ഉഷാറാക്കില്ലേ? എന്തുകൊണ്ട് അദ്ദേഹം സ്കിപ്പ് ചെയ്തു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞ് ഇറ്റ്സ് ആൻ എനിഗ്മ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മിസ്റ്ററി എന്ന് പറഞ്ഞാൽ വിചിത്രമായിട്ടുള്ളൊരു കാര്യമാണ്. അദ്ദേഹത്തിന് കോൺഗ്രസ്സിൽ എന്തോ അതൃപ്തി ഉണ്ടെന്നാണ് ഇതിനർത്ഥം. തന്നെ മുഖ്യമന്ത്രി ആക്കാഞ്ഞതിൻ്റെയാണോ, അതോ VD സതീശൻ മുഖ്യമന്ത്രി ആയതിൻ്റെയാണോ, അതോ ഇവർ 11 ദിവസം ഇങ്ങനെ കടിപിടി കൂട്ടിയത് കൊണ്ടാണോ എന്നുള്ള തെരുവ് നായ്ക്കളെ പോലെ കടിപിടി കൂട്ടിയിരുന്നു. അത് വലിയൊരു നാണക്കേടാണ്. കോൺഗ്രസ്സിന് ഒരിക്കലും പൊറുക്കാനും മറക്കാനും ആവാത്ത തെറ്റ്. അങ്ങനെ അതുകൊണ്ടാണോ എന്നറിയില്ല. ഇനിയും BJPയിലേക്ക് അദ്ദേഹം പോകുന്നു, അതിൻ്റെ മുന്നോടിയായിട്ടാണോ? ഇതൊന്നും നമുക്കറിയാൻ കഴിയില്ല. എന്തായാലും നമുക്കൊരൊറ്റ വാക്ക് അവസാനമായിട്ട് നമ്മുടെ സമയം അവസാനിപ്പിക്കുന്നതുകൊണ്ട് പറയാനുള്ളൂ, മോശമായി പോയി. അതെ, ഏതായാലും അദ്ദേഹത്തിൻ്റെ ഒരു അസാന്നിധ്യം അത് ഒരു പുതിയ ഒരു രാഷ്ട്രീയ ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. ഇത്രയും ദിവസങ്ങളിൽ ഒന്നും തന്നെ ഒരു നേതാക്കളും അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് എവിടെ പരാമർശിച്ചിട്ടില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. തീർച്ചയായിട്ടും ഇനി അദ്ദേഹം വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും, വിജയത്തെ കുറിച്ചിട്ട് എന്തെങ്കിലും സംസാരിക്കുമോ എന്നുള്ളത് നമുക്ക് അതിനാദ്യം അദ്ദേഹം ഇവിടെ എത്തണം. ഇന്ത്യയിൽ എത്തി കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയാണെങ്കിൽ ഈ ഒരു തീർച്ചയായിട്ടും മാധ്യമങ്ങൾ ഈ ചോദ്യം ഉന്നയിക്കുമല്ലോ, എന്തുകൊണ്ട് താങ്കൾ ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. അപ്പോൾ എന്തായിരിക്കും മറുപടി പറയുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും കാത്തിരിക്കാം. അതെ, അതായിരിക്കും. നമസ്കാരം. നല്ലത് വരട്ടെ. അതെ.